ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ IT സമുച്ചയങ്ങൾ ഒന്നാണ് ലുലു IT ട്വിൻ ടവർ കൊച്ചി സ്മാർട്ട് സിറ്റിയിലുള്ളത്. ഇന്ന് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇന്ന് രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ട്വിൻ ടവർ ഉദ്ഘാടനം ചെയ്യും. ഓട്ടോമേറ്റഡ് റോബോട്ടിക് പാർക്കിംഗ് സൗകര്യം, ഓൺ സൈറ്റ് ഹെലിപ്പാഡ് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങൾ ഈ ട്വിൻ ടവറിൽ ഒരുക്കിയിട്ടുണ്ട്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്, പറയൂ. SKN, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്തെ IT നഗരമായ കൊച്ചിയെ ആഗോളതലത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന ദിവസം കൂടിയാണ് ഇന്ന്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി സ്മാർട്ട് സിറ്റിയിലാണ്. ഇവിടെ ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. പടുകൂറ്റൻ കെട്ടിടം ഇന്ന് 11:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കാൻ പോവുകയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ IT സമുച്ചയങ്ങളിലൊന്നാണ് ലുലു IT ട്വിൻ ടവർ. ഇന്ന് 11:00 മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കുക. ഓട്ടോമേറ്റഡ് റോബോട്ടിക് പാർക്കിംഗ് സൗകര്യം, ഓൺ സൈറ്റ് ഹെലിപാഡ് തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളിലൂടെയാണ് ട്വിൻ ടവറുകൾ ഒരുക്കിയിട്ടുള്ളത്. 30 നിലകൾ വീതമുള്ളതാണ് ട്വിൻ ടവറുകൾ. ഏതാണ്ട് 35 ലക്ഷം ചതുരശ്ര അടിയിൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകളോട് കിടപിടിക്കുന്ന സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 25 ലക്ഷം ചതുരശ്ര അടിയിൽ വിവിധ IT അനുബന്ധ സംരംഭങ്ങൾ എന്നിവയോടുകൂടിയാണ് ഈ ട്വിൻ ടവർ പ്രവർത്തിക്കുക. എന്തായാലും 4500 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ വിശാലമായ ഫുഡ് കോർട്ട് തുടങ്ങിയ വിപുലമായ സൗകര്യങ്ങളോടുകൂടിയാണ് IT മേഖലയിൽ നിക്ഷേപകർക്ക് ആത്മവിശ്വാസത്തോടെ സമീപിക്കാനുള്ള ഇടമായി ഈ ട്വിൻ ടവറിനെ മാറ്റിയിരിക്കുന്നത്. 12.74 ഏക്കറിൽ 30 നിലകൾ വീതമുള്ള ടവറിന്റെ മീറ്റർ ഏതാണ്ട് 152 മീറ്റർ ഉയരമാണ്. സംസ്ഥാനത്തെ IT ഹബിലേക്ക് ട്വിൻ ടവർ കൂടി വരുന്നതോടെ അവസരങ്ങളുടെ പെരുമഴയാണ് ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് 2500 മുതൽ 30,000 പേർക്ക് ഉള്ള തൊഴിലവസരം ഇവിടെ സൃഷ്ടിക്കുമെന്നാണ് ലുലു വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ആഗോളതലത്തിലടക്കം കൊച്ചിയെ അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു ട്വിൻ ടവറാണ് ഇന്ന് നാടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ 11:00 തന്നെ ഒരുക്കാൻ പോകുന്നത്. SKN. താങ്ക് യു. എന്തായാലും ഇന്ന് രാവിലെ ആണ് ഉദ്ഘാടനം. ഈ ഉദ്ഘാടന ചടങ്ങിനും അതുപോലെ ഈ ട്വിൻ ടവറിനും എല്ലാവിധമായ ആശംസകളും. വളരെ അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഈ ട്വിൻ ടവർ ഒരുക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ നമുക്ക് ഏറ്റവും നല്ല കെട്ടിടങ്ങൾ, നല്ല കെട്ടിട സമുച്ചയങ്ങളുണ്ട് എന്ന് പുറം ലോകത്തെ കാണിക്കാനും നല്ലൊരു കെട്ടിടമാണ് ഇപ്പോൾ ഈ സ്മാർട്ട് സിറ്റിയിൽ വന്നിരിക്കുന്നത്.